പോവുകയാണ്. വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലെ മലയിൽ ഉരുൾപൊട്ടിയതായി സംശയം. ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകിയിട്ടുണ്ട്. കമൽ ചേരുന്നുണ്ട്. കമൽ, നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അവിടെ? ഉമൈബാൻ, ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒന്നും നിലവിലില്ല. ഇപ്പോഴും വെള്ളം വലിയ രീതിയിൽ മലയിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. ഞാൻ ഈ കൽപ്പറ്റ ബൈപ്പാസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണഗതിയിൽ ചെറിയൊരു നീർച്ചാൽ മാത്രമുള്ള ഒരു സ്ഥലമാണ്. അതിലൂടെയാണ് ഇത്രയും വെള്ളം വരുന്നത്. ഇപ്പോൾ കുറഞ്ഞതാണ് വെള്ളത്തിൻ്റെ അളവ്. ഈ റോഡിലൊക്കെ വലിയ രീതിയിൽ വെള്ളം ഒഴുകിയിരുന്നു. പാറ ഒക്കെ ഒഴുകി കിടക്കുന്നത് കാണാം റോഡിലേക്ക്. ബൈപ്പാസ് വഴി തൽക്കാലം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ ടൗണിൽ കൂടെ തന്നെയാണ് പോകുന്നത്. രാവിലെ ഫയർഫോഴ്സും പോലീസും ചേർന്ന് റോഡ് ക്ലിയർ ചെയ്തതാണ്. വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്നു. രാവിലെ ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇതിന് അധികം വെള്ളം വന്നിരുന്നു. ദേശീയപാതയിലൂടെ കുറേ ദൂരം ഇത്തരത്തിൽ വെള്ളം ഒഴുകിയിരുന്നു എന്നാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇപ്പോഴും ഇപ്പോഴും വെള്ളം വലിയ രീതിയിൽ ഒഴുകി വരുന്നുണ്ട്. പക്ഷേ എന്തായാലും റോഡ് തൽക്കാലത്തേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജനവാസ മേഖലയല്ലല്ലോ, പക്ഷെ എങ്കിലും ഈ വെള്ളം കുത്തിയൊലിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വെള്ളം കാര്യമായിട്ട് തന്നെ കുത്തിയൊലിച്ച് എത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും മേഖലകളിലേക്കൊക്കെ എത്തിയാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അത്തരം സാഹചര്യവുമില്ല. നിലവിൽ കൽപ്പറ്റയിൽ നിന്ന് 2-3 തോടുകൾ പുഴയിലേക്ക് ഒഴുകി മണിയങ്കോട് ഭാഗത്തേക്ക് ഒഴുകി പോകുന്നുണ്ട്. ആ പുഴയിലെ ജലനിരപ്പ് ഉയരുമെന്നേ ഉള്ളൂ. ഈ വെള്ളം എവിടെയെങ്കിലും എത്തി ഒരു പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യവും നിലവിലില്ല. ഞാൻ പറഞ്ഞതുപോലെ നേരിയ ഒരു നീർച്ചാൽ ഒഴുകുന്ന ഭാഗമാണ്. അതിലെയാണ് ഇത്രയധികം വെള്ളം വരുന്നത്. ശരി, എന്തായാലും വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലെ മലയിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയതായുള്ള സംശയം ഉയർന്നിരിക്കുന്നത്. ചെളിയും വെള്ളവുമൊക്കെ റോഡിലേക്ക് ഒഴുകിയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ചെളിയും വെള്ളവുമൊക്കെ ഒഴുകിയ പശ്ചാത്തലത്തിൽ കല്ലും ഇതും മറ്റും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് പറയുന്നത്. ജനവാസ മേഖലയിൽ അല്ല, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കമൽ നൽകുന്ന വിശദാംശങ്ങൾ. കമൽ, നിലവിൽ ഈ മലയോര മേഖലയായതുകൊണ്ട് കാലാവസ്ഥ നിലവിൽ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഒരു കരുതൽ എടുക്കണം എന്ന് ഇപ്പോൾ ആ പ്രദേശത്ത് ജനവാസ മേഖല അല്ലെങ്കിൽ കൂടി ഈ വയനാട്ടിലെ പൊതുവായിട്ടുള്ള മലയോര മേഖലകളിൽ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അങ്ങനെ എന്തെങ്കിലും കരുതൽ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ടോ? ഉമൈബാൻ, നിലവിൽ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇപ്പോൾ മഴ പെയ്യുന്ന സാഹചര്യമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിലവിൽ മഴ പെയ്യുന്നതേ ഇല്ല. രാത്രി പെയ്ത കനത്ത മഴയിലാണ് ഈ മലമുകളിൽ ഈ കൽപ്പറ്റ നഗരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നഗരത്തോട് ചേർന്ന് പോകുന്ന ബൈപ്പാസിന് സൈഡിൽ തന്നെ ചെറിയ മലനിരകളാണ്. ആ മലയ്ക്ക് മുകളിലാണ് ഇത്തരത്തിൽ പൊട്ടി വെള്ളം വരുന്നത്. കമലാണ് നിലവിലെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ തത്സമയ ദൃശ്യങ്ങളോട് തന്നെ വിവരിച്ചത്.